എന്താണ് സംഭവിച്ചത്? ഇ ഡി ഹൈക്കോടതി പോയി പറയുന്നത് എന്താ അറിയോ? ഇ ഡി ഹൈക്കോടതി പോയി പറയുന്നത് ഇത് 182 കോടി രൂപയുടെ വലിയ സാമ്പത്തിക തട്ടിപ്പാണ്, അത് ഹൈക്കോടതി അന്വേഷണം നിർത്തിവെക്കരുതെന്നാണ് പറയുന്നത്. ആര് കൊടുത്ത കേസിൽ? ഈ പറയുന്ന ശശിധരൻ കർത്ത ഹൈക്കോടതി പോയി ഇ ഡി അന്വേഷിക്കരുത് പറഞ്ഞ കേസിലാണ് ഇ ഡി അന്വേഷണം നടത്തിക്കൊണ്ട് അന്വേഷണം നടത്തി. അല്ലാതെ വീണ വിജയൻ ഹൈക്കോടതി പോയി സ്റ്റേ മേടിച്ചതല്ല, അതായി മനസ്സിലാക്കുക. വീണ വിജയൻ ഹൈക്കോടതി പോയി സ്റ്റേ മേടിച്ചിട്ടില്ല, ശശിധരൻ കർത്തയാണ് ഹൈക്കോടതി പോയി സ്റ്റേ മേടിച്ചത്. ആർക്കെതിരെ? CMRNനെതിരെ. ഒരു മിനിറ്റ് പറയട്ടെ മാധു, പുതിയ നിങ്ങൾ പറഞ്ഞു കൊടുത്ത എന്താണ് പറയുന്നത് പറയാൻ സമ്മതിക്കില്ലല്ലോ. ഹൈക്കോടതിയിൽ ശശിധരൻ കർത്ത വന്ന് എനിക്കെതിരെ ഇ ഡി അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞ കേസിലാണ് ഹൈക്കോടതി പറയുന്നത് CMRNനെതിരെ ഇ ഡി അന്വേഷണം നടത്താമെന്ന് പറഞ്ഞത് അല്ലേ? അതാണെന്ന് പറ. അപ്പൊ ആ കേസിൻ്റെ അകത്ത് ഇ ഡി നേരെ അങ്ങോട്ട് പോയി ഈ SFIന്റെ പിന്നെ ECR എടുത്തിട്ട് ആ ECRനെ ബേസ് ചെയ്ത് വീണ വിജയന്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്വേഷണം നടത്താൻ പാടുവോ? അതുകൊണ്ട് അതിന് പിന്നെയും തുടങ്ങിയാണ്. നിങ്ങൾക്ക് എല്ലാം മറുപടി എനിക്ക് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് മറുപടി ഉണ്ടായിരുന്നു, അതിന് ഇടയ്ക്ക് പറയാൻ പറ്റില്ല അല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്നോട് വന്ന് അടിയിലാക്കിയായിരുന്നു. അപ്പോൾ എന്താ സംഭവം? ഈ SFIയോട് അന്വേഷണം നടക്കുന്ന സമയത്ത് SFI ഒരു കൺക്ലൂഷനിലെത്തിയല്ലോ. ഇപ്പോൾ നിങ്ങളടുത്ത് ഇപ്പം നിങ്ങൾ ഇത് പറഞ്ഞല്ലോ 2.75 കോടി രൂപേൻ്റെ അല്ലെ 7.2 കോടി രൂപേൻ്റെ റിപ്പോർട്ട് ഇപ്പം നിങ്ങൾ വായിച്ചല്ലോ. അതിൻ്റെ അകത്ത് 123 കോടീൻ്റെ വേറൊരു റിപ്പോർട്ടുണ്ടല്ലോ, അതിനകത്ത് ഇ ഡി അന്വേഷിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് വീണ വിജയന്റെ മാത്രം ഒരു വീണ ടൈക്കണ്ടിയുടെ ഒരു പാരഗ്രാഫ് മാത്രം അവസാനം എഴുതി കൺക്ലൂഡ് ചെയ്ത ആ ഓർഡർ? അപ്പോൾ ആ 123 കേസിൽ ആ കേസ് ക്ലോസ് ചെയ്യണ്ടായിരുന്നോ? എന്തുകൊണ്ടാണ് ഇത് രാഷ്ട്രീയ പേര് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 123 കോടി രൂപേൻ്റെ ഫ്രോഡുലന്റ് ആക്ടിവിറ്റി നടന്നു എന്ന് ഒരു റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ട് അത് 123 അവസാനിപ്പിക്കുകയും വീണ വിജയന് വേണ്ടി 3 പാരഗ്രാഫ് എഴുതി വെച്ചിരിക്കുകയാണ്. 2.72 crores ആണോ ഈ 123 കോടിയാണോ വലുത്? എന്തുകൊണ്ടാണ് ഈ 123 കൂടെ അന്വേഷിച്ചിട്ട് മുഴുവൻ റിപ്പോർട്ട് ഫയൽ ചെയ്ത് പോയത്? അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയ പ്രേതം ഇല്ലേ? എന്താ വീണ വിജയൻ്റെ കീഴിലേക്ക് പോകുന്നത്? അപ്പം ഇതിനകത്ത് രാഷ്ട്രീയമില്ല, ഇത് ഇ ഡി ചെയ്യുന്നത് സത്യസന്ധമായ ഇടപാടാണ് എന്ന് പറയുമ്പോഴാണ് അല്ല ഒരു മിനിറ്റ് അവിടെയാണ് ഈ പ്രശ്നം. അപ്പോൾ എന്താണ് ഈ പിണറായി വിജയനെയും ഇടതുപക്ഷ സർക്കാരിനെയും ഉപയോഗിച്ചാൽ ഈ രാഷ്ട്രീയപരിതമായി തകർത്ത് കളഞ്ഞാൽ ഇവർക്ക് ഇതിന് ഗുണം കിട്ടുന്ന ഒരു വിഭാഗം ഉണ്ടാവുമല്ലോ, ആ വിഭാഗമാണല്ലോ ഇത് ഉപയോഗിക്കുന്നുണ്ടാവുക, അതല്ലേ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈ പിന്നെന്താണ് എക്സസീവ് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും, അല്ല സോറി പിന്നെ വീണ വിജയന് കിട്ടിയെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത് ഇവർ തമ്മിലുള്ള ഇടപാടിൻ്റെ വാല്യൂ നിശ്ചയിക്കാൻ നിങ്ങളാരാ? KSIDC അല്ല KSIDC 1.32 ഉള്ളൂ. അപ്പോൾ സാറേ ഒരു മിനിറ്റ്, 123 കോടിൻ്റെ പ്രശ്നം എന്താ ഈ പറയുന്ന പിന്നെ ഷോൺ ജോർജിന് ഇല്ലാതെ പോയത്? 182 കോടിൻ്റെ മുഴുവൻ നഷ്ടം അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ രമേശ് ചെന്നിത്തലേൻ്റെ ഇവരുടെ എല്ലാം കയ്യിൽ എന്താ FIR കൊടുക്കാതിരുന്നത്, പരാതി കൊടുക്കാതിരുന്നേ? എന്താ കൊടുക്കാതിരുന്നത്? ആ ബാക്കി ഉണ്ടായിരുന്ന മാധ്യമങ്ങൾ സ്ഥാപനങ്ങളുടെ പേരിൽ എന്താ പരാതി കൊടുക്കാതിരുന്നത്? എന്താ വീണ വിജയൻ്റെ മാത്രം 2.78 ലാഭവിഹിതം മാത്രം KSIDCക്ക് മതിയോ? അപ്പോൾ ഇതിൽ രാഷ്ട്രീയ പരിധിയില്ല. അപ്പോൾ ആരാ ഈ പരാതി കൊടുക്കുന്നത്? പൊതുജനാണോ? പൊതുജനാണല്ലോ. രാഷ്ട്രീയ താല്പര്യം ഉദ്ദേശിച്ചിട്ട് ഓരോ രാഷ്ട്രീയ നേതാവ് ഹൈക്കോടതി പോകല്ലേ അല്ലല്ലേ? ഈ പറഞ്ഞ ഷോൺ ജോർജിന് ഒരു രാഷ്ട്രീയ ഉദ്ദേശ ലക്ഷ്യമില്ല ഇല്ല. അപ്പോൾ പറയട്ടെ, നമ്മൾ മാധ്യമപ്രവർത്തകരാണല്ലോ, മാധ്യമ സ്ഥാപനത്തിൽ ഇരുന്നാണല്ലോ നമ്മൾ ഈ വർത്തമാനം പറയുന്നത്. നമുക്ക് അവിടെ പക്ഷപാതം ഇവിടെ പക്ഷപാതം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ ഷോൺ ജോർജിനും രാഷ്ട്രീയ നിലപാടുകളുണ്ട് ഇല്ലേ? രാഷ്ട്രീയ നിലപാടെന്ന് എന്താണ്? ഈ പറഞ്ഞ പിണറായി വിജയനെയും പിന്നെ വീണ തൈക്കണ്ടിയിലെയും പിടിച്ച് അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഉള്ളിലിടണം എന്നുള്ളതാണ്. അത് എന്തുവേണം? രാഷ്ട്രീയ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അല്ല അതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതെന്താ ഉദ്ദേശം? അത് രാഷ്ട്രീയ ലക്ഷ്യമാണ്. അപ്പം ആ രാഷ്ട്രീയ ലക്ഷ്യത്തെ ഇടതുപക്ഷ രാഷ്ട്രീയമായിട്ടല്ലേ നേരിടേണ്ടത്? എന്താ കോൺഗ്രസ് ഈ നാഷണൽ ഹെറാൾഡ് കേസിൻ്റെ അകത്ത് പിന്നെ ഇ ഡി അറസ്റ്റ് ചെയ്യണം, ഇ ഡി 50 മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയമായി നേരിട്ടത്? അവിടെ ഇ ഡി അന്വേഷണത്തെ അങ്ങ് സ്വാഗതം ചെയ്തിട്ട് മിണ്ടാതിരുന്നാൽ പോരായിരുന്നോ? അവർ 50 മണിക്കൂർ കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരും എന്ന് പറഞ്ഞു. അപ്പോഴെന്താ പറഞ്ഞത്? എന്താ സുഖമില്ലാത്ത സോണിയാഗാന്ധിയെ അല്ലേ 50 മണിക്കൂർ ചോദ്യം ചെയ്തു. മനുഷ്യത്വമുള്ളവരാണോ? ഇവരെന്താ ഉദ്ദേശിച്ചത്? അതെന്താ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ കണ്ടത്? ഇത് മാത്രം എന്താ രാഷ്ട്രീയമായി കാണാൻ പറ്റാത്തത്? നിങ്ങൾ എന്തിനാ ഈ പറയുന്ന കോൺഗ്രസ് എന്തിനാ പിന്നെ ഡൽഹിയിലും മഹാരാഷ്ട്രയിലും ബാംഗ്ലൂരിലൊക്കെ കാറ് കത്തിച്ചത്, ഇ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്, എത്ര പേര് ജയിലിൽ പോയി? എന്തിനാ പോയത്? അതെല്ലാം ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങ് ചെയ്താൽ പോരായിരുന്നോ? അന്വേഷണത്തിൻ്റെ ഭാഗം അതങ്ങ് സ്വാഗതം ചെയ്താൽ പോരായിരുന്നല്ലോ. എൻ്റെ കൈ ശുദ്ധമാണ്, അതുകൊണ്ട് ഞാൻ ഇതിനെ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ പറയുന്നു. ഒരു പ്രസ് റിലീസ് ഇറങ്ങിയായിരുന്നെങ്കിൽ ഈ പറഞ്ഞ KC വേണുഗോപാലും ഈ പറഞ്ഞ ഷമാ മുഹമ്മദൊക്കെ അടക്കമുള്ളവർ, നമ്മൾ ഷമാ മുഹമ്മദിനൊക്കെ ബൈറ്റ് നമ്മൾ കണ്ടതല്ലേ? ഇതാ ഇവിടെ എന്താണ്, ഇവിടെ ജനാധിപത്യം തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തിനാ? ജനാധിപത്യം ഈ പിന്നെ രാഹുൽ ഗാന്ധിനെയും സോണിയാഗാന്ധിനെയും ചോദിച്ചപ്പോൾ ജനാധിപത്യം തകർന്നു പോയായിരുന്നോ?
തകർന്നു പോയായിരുന്നോ? അപ്പൊ ഇതിനകത്ത് രാഷ്ട്രീയമുണ്ടെന്നേ, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. അപ്പൊ രാഷ്ട്രീയമായി ഇറങ്ങിയാൽ രാഷ്ട്രീയമായി നേരിടും. അത് ചിലവർ കൈകുക്ക് കൊണ്ട് നേരിടും, ചിലവർ അല്ലാത്തവർ നേരിടും, ചിലവർ കാറ് കത്തിച്ച് നേരിടും, ചിലവർ വണ്ടി തടഞ്ഞ് നേരിടും. അപ്പൊ അതുകൊണ്ട് അതിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് പ്രതീക്ഷിക്കണം. രാഷ്ട്രീയ ഇച്ഛാശക്തി ഇന്നിപ്പോൾ ഇന്നലെ പറയുന്നുണ്ടല്ലോ, പോലീസ് രാഷ്ട്രീയ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നയം നടപ്പിലാക്കലാണ് കേരളത്തിലെ പോലീസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ടല്ലോ ആഭ്യന്തരമന്ത്രി. പറയുന്നില്ലേ? അങ്ങനെയാണോ പറയേണ്ടത്? അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. കേരളത്തിലെ പോലീസ് സ്വതന്ത്രമായി പ്രവർത്തിക്കണം, അതിന് ഞങ്ങൾ എല്ലാവിധ സപ്പോർട്ടും കൊടുക്കണം. അങ്ങനെയല്ലേ പറയേണ്ടത്? RBIയുടെ അന്വേഷണ ഏജൻസിനെ കേന്ദ്ര ഏജൻസിയായി വെച്ച് അതിനെ ദുരുപയോഗം ചെയ്തതിന് ഒരു പ്രശ്നമില്ല. അതിനെല്ലാം ന്യായീകരിക്കുകയാണ്. അപ്പോൾ ഇത് സ്വന്തം നേരെ വരുന്ന സമയത്ത് എന്തായാലും ഇപ്പോഴത്തെ പുതിയ മുഖ്യമന്ത്രിയാവാൻ പോകുന്ന DK ശിവകുമാറില്ലേ, DK ശിവകുമാർ എന്താ ED കേസിൽ ജയിലിൽ കിടന്നത്? ED കേസിൽ ജയിലിൽ കിടന്നതിനാ? അപ്പോൾ അത് അംഗീകരിക്കുന്നുണ്ടോ ആ കേസ്? ഈ DK ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയെ, കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ്, EDയിൽ വലിയ കള്ളപ്പണം വെളുപ്പിക്കുന്ന പരിപാടി നടത്തിയിട്ടാണ് ജയിലിൽ കിടന്നത്. കോൺഗ്രസ് സമ്മതിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അത് സമ്മതിക്കാതിരിക്കുകയും നേരെ മറിച്ച് കെജ്രിവാൾ ജയിലിൽ കിടക്കുമ്പോൾ അത് കള്ളത്തരാണെന്ന് പറയുകയും ചെയ്യാണ്. ഇതെന്ത് ഇടത്തപ്പാ? അപ്പം ഞാൻ വേറൊരു കാര്യം പറയാം. ഞങ്ങളാണ് ഇന്ത്യയിൽ BJPയെ ശക്തമായി പ്രതികരിക്കുന്നതെന്ന് പറയാണ്. എന്നിട്ട് 39 MP ഉള്ള DMK-നെ പാർട്ടി അവരോട് സഖ്യം വേണ്ട പോലും. 39 MP-യും 18 രാജ്യസഭാ MP-മാരുള്ള DMK-ന്റെ സഖ്യം വേണ്ട. ഇവിടെ ഞങ്ങൾക്ക് 2 മന്ത്രിമാരെ മതി. ആ ഈ 39 MP-മാരുണ്ടല്ലോ, കഴിഞ്ഞ 2 മാസം മുന്നേ വോട്ട് മാറ്റി ചെയ്തായിരുന്നില്ലല്ലോ കേരളത്തിലെ 50% വരുന്ന ഇത് നടപ്പിലാവില്ലായിരുന്നോ? ഈ ഇന്ത്യ മുന്നണിയുടെ കൂടെ നിന്നിട്ട് അവരുടെ കൂടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് അവർ കൊണ്ടുവന്ന ബില്ല് പാസ്സാകാതെ പോയത്. ലോകസഭയിലും രാജ്യസഭയിലും അല്ലേ? അവരന്ന് ആരെ കൂടി വന്ന് ഇന്ത്യ മുന്നണിയുടെ നിലപാട് കൂടെ നിന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? തമിഴ്നാട്ടിൽ ഇലക്ഷൻ വന്നപ്പോൾ 2 മന്ത്രിസ്ഥാനം തരാം, നിങ്ങൾ 5 MLA ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു വാക്ക് പോലും പറയാതെ ഈ പറയുന്ന 50 വർഷത്തെ 75 വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്ന് കൂടെ ആത്മാർത്ഥമായി അതിൽ കൂടെ നിന്ന ആൾക്കാരെ ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോയി. എന്നിട്ട് ഞങ്ങൾ പറയാണ്, നിങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 39 MP-മാരും 18 രാജ്യസഭാ MP-മാരും അല്ല വലുത്, ഞങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനമാണ് വലുത്. എന്നിട്ട് വലിയ വായിൽ വർത്താനം പറയാൻ ഞങ്ങളാണ് BJP പ്രതിരോധിക്കുന്നതെന്ന് പറയാണ്. ഇതിനെയാണപ്പാ ഇരട്ടത്താപ്പ് എന്ന് പറയുക. ഇരട്ടത്താപ്പ്. നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? നിങ്ങൾ ഈ സമയം വരെ, ഞാൻ പറയുന്നത് ഈ 3 സംസ്ഥാനം ഒഴിച്ചിട്ട് ബാക്കി സംസ്ഥാനം മുഴുവൻ ഭരിക്കുന്ന BJP അല്ലേ? ഏതെങ്കിലും BJP മുഖ്യമന്ത്രിമാർക്കെതിരെ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം? നിങ്ങളാണല്ലോ ഈ ഇന്ത്യയിൽ 25 സ്റ്റേറ്റിലും പ്രതിപക്ഷ പാർട്ടി. ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണം പറയുന്നത് നിങ്ങൾ കേട്ടോ? ഈ ഇന്ത്യ ടുഡേൻ്റെയും ടൈംസ് ഓഫ് ഇന്ത്യൻ്റെയും ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളുടെയൊക്കെ നിങ്ങൾ ഹെഡ്ലൈൻ എടുത്ത് നോക്ക്. ഒരു അഴിമതി ആരോപണം പോലും കോൺഗ്രസ് പറയുന്നില്ല. എന്തേ പറയാത്തെ? എന്നിട്ടാണ് പറയുന്നത് ഞങ്ങളിതിരെ BJPക്കെതിരെ ശക്തമായി പോരാടുകയാണ് എന്ന് പറയുകയാണ്. എന്താ പറ്റാത്തത്? പക്ഷേ എന്താ കാരണം എന്നറിയോ? ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു പ്രതിപക്ഷ പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ അഴിമതിക്ക് ഒരു ആരോപണത്തിന് ഒരു പഞ്ഞുമില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ചിട്ട് ഒരു മന്ത്രിമാർക്കെതിരെ ശക്തമായ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ പാടിക്കുന്ന പാർട്ടിയാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, നിങ്ങൾ പ്രതിപക്ഷ നേതാവ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് വീണ തൈക്കെട്ടി 2.75% 2.72 കോടി രൂപ നിങ്ങൾ സേവനം കൊടുത്ത് വാങ്ങിയില്ലേ? എന്ത് സേവനമാണ് കൊടുത്തത്? അന്ന് പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി അല്ല കേട്ടോ, മുഖ്യമന്ത്രി. പക്ഷേ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഇൻഡസ്ട്രിയൽ മിനിസ്റ്ററായ PK കുഞ്ഞാലിക്കുട്ടി ആ സ്ഥലത്തിരുന്ന സമയത്ത് പൈസ മേടിച്ചിട്ടുണ്ട് ഇല്ലേ? അവിടെ ആഭ്യന്തരമന്ത്രിയുടെ സമയത്ത് പൈസ മേടിച്ചിട്ടില്ലേ? അതിനെന്താ ചോദ്യം ചെയ്യേണ്ട? അതെന്താ രാഹുൽ ഗാന്ധിക്ക് വാക്കിൽ ചോദ്യമില്ലേ? അപ്പോൾ പക്ഷേ പിണറായി വിജയനെ ചോദ്യം ചെയ്യണം. എന്താ കാരണം? ഈ പ്രതിപക്ഷ പാർട്ടികളെ താഴെ ഇറക്കാൻ വളരെ എളുപ്പമാണെന്നേ. കാരണം എന്താണെന്ന് അറിയോ? കേന്ദ്രത്തിൻ്റെ സപ്പോർട്ട് കിട്ടും. ഞങ്ങൾ ഒരു തള്ളും കൂടെ തള്ളിയാൽ അത് മറിഞ്ഞു വീഴും. കാരണം എന്താ? 2 ശക്തികൾ ഒന്നിച്ച് തള്ളുകയാണല്ലോ. അപ്പോൾ എല്ലാ പ്രതിപക്ഷ പാർട്ടി പെട്ടെന്ന് താഴെ വീഴും. അതാണല്ലോ ബംഗാളിൽ കണ്ടത്, അതാണല്ലോ തമിഴ്നാട്ടിൽ കണ്ടത്, അതാണല്ലോ കേരളത്തിൽ കണ്ടത്. ഒരു പ്രതിപക്ഷ പാർട്ടിയും മല്ല തള്ളുകയാണെങ്കിൽ വീഴത്തില്ല. പക്ഷെ എന്താ? 2 തള്ളം ഒന്നിച്ചു വരും, വീഴും. അപ്പം എന്താ സംഭവിക്കുക? അപ്പം ഞങ്ങൾക്ക് അധികാരത്തിൽ വരാം. ചില സ്ഥലത്ത് BJP അധികാരത്തിൽ വരും, ചില സ്ഥലത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരും. അപ്പോൾ ഇതൊരു ഡീലിൻ്റെ ഭാഗമാണ്. ഈ ഡീലാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഈ ഡീല് മനസ്സിലാക്കാൻ ഒരാളോട് പറഞ്ഞാലും മനസ്സിലാവില്ല എന്നുള്ളത് മാത്രമല്ല, ഞങ്ങളെന്തോ ഇന്ത്യയിൽ BJPക്കെതിരെ ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വലിയ വായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇരട്ടത്താപ്പ് നല്ല എന്താ പറയുക? ഇതാണ് പിണറായി വിജയൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധിക്ക് സമാധാനമായില്ലേ? അപ്പോൾ അത്രയും മനസ്സിലാക്കി കോൺഗ്രസ്സുകാർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട് കേട്ടോ, ലീഗുകാർക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ട്. കമാന രക്ഷണം മിണ്ടുന്നില്ല. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇനി ഈ ചർച്ച മുന്നോട്ട് പോവുകയും ED
ആ ഇ ഡിയുടെ പ്രസ് റിലീസിൽ പറയുന്നത് പോലെ ഈ ബ്രൈബ് വാങ്ങിയവരിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്താൽ സ്വാഭാവികമായും UDF പ്രതിരോധത്തിലാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണോ മുഖ്യമന്ത്രി സംസാരിക്കാതിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാര്യം കരിമണൽ എപ്പോഴൊക്കെ ചർച്ചയാവുന്നുണ്ടോ അപ്പോഴെല്ലാം UDF-നെ സംബന്ധിച്ച് വലിയ പ്രശ്നം എന്താ അറിയോ, ഈ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മേലെയാണ് ഈ വാള് നിൽക്കുന്നത്. നാളെ രാവിലെ ആ വാൾ അദ്ദേഹത്തിന്റെ തലയിൽ വീഴാനാണ് എന്നുള്ളത് നല്ല ബോധ്യം ആർക്കുണ്ട്? ഈ പറയുന്ന VD സതീശനുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത് അയ്യോ ED അന്വേഷണം നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നാളെ ഏതെങ്കിലും കച്ചിത്തുരുമ്പം പിടിച്ചിട്ട് VD സതീശന് നേരെ വന്നാൽ VD സതീശൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഏത് ED വന്നാൽ അന്വേഷണം നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞോട്ടെ വിചാരിച്ചാൽ മതി. Meet the editors.